പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ഇ ഡി കേസ് അല്ലെങ്കിൽ ഇ ഡിയുടെ റെയ്ഡൊക്കെ നമ്മൾ കണ്ടതായിരുന്നല്ലോ. അപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ ആക്രമിച്ച പ്രതികൾ 10 പ്രതികൾ പൂജപ്പുര ജയിലിൽ സുഖവാസം അനുഭവിക്കുന്നു. ശരിക്കും അത്തരത്തിലൊരു സുഖവാസമാണോ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം, ഇനി അതവർ പ്രതിപക്ഷത്താണെങ്കിലും, കോടതികൾക്കെതിരെ, സംവിധാനങ്ങൾക്കെതിരെ നിരന്തരമായി നടക്കുന്ന അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും, ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ ഒക്കെ നിരന്തരമായി നടക്കുന്ന അധിക്ഷേപങ്ങൾ, അന്വേഷണ ഏജൻസികൾക്കെതിരെ, നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായപ്പോൾ ഇ ഡിക്കെതിരെ, ഇൻകം ടാക്സിനെതിരെ, മറ്റ് അന്വേഷണ ഏജൻസികൾക്കെതിരെ ഒക്കെ നിരന്തരമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക. നേരത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ അധികാരത്തിലിരുന്ന സമയത്തും പ്രതിപക്ഷത്തിരുന്ന സമയത്തുമൊക്കെ സ്വകാര്യ മാനേജ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ വരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടതുപക്ഷം. CPM പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം SFIയുടെ നേതൃത്വത്തിൽ, DYFIയുടെ നേതൃത്വത്തിലൊക്കെ ചീഫ് ജസ്റ്റിസിൻ്റെ കോലം കത്തിക്കുക, ചീഫ് ജസ്റ്റിസിൻ്റെ കോലമുണ്ടാക്കി അറബിക്കടലിലെറിയുക തുടങ്ങിയ പ്രതിഷേധങ്ങൾ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമുണ്ടായ സമയത്ത് തിരുവനന്തപുരത്ത് എത്രയോ ഘട്ടങ്ങളിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കുകയും അതോടൊപ്പം തന്നെ ആക്രമിക്കുകയും തടയുകയും വീട്ടിൽ കയറാൻ സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാർ, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് അവരുടെ നേതൃത്വത്തിനെതിരെ ഒരു കേസുണ്ടായാൽ ആ കേസിനെ നിയമപരമായി നേരിടുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കായികമായി നേരിടുക എന്നുള്ളതാണ് സ്ഥിരം ശൈലി. ഇത് ബംഗാളിലും കണ്ടിട്ടുണ്ട്. ബംഗാൾ ഭരിക്കുന്ന സമയത്തും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മമതാ ബാനർജി അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. മമതാ ബാനർജിക്കെതിരെ കേസുകൾ ഉണ്ടാവുകയും TMCക്കെതിരെ അന്വേഷണ ഏജൻസികൾ വരികയൊക്കെ ചെയ്തപ്പോൾ അവിടെ ആക്രമിച്ചിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചിട്ടുണ്ട്, സെൻട്രൽ ഏജൻസികളെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് കേരളത്തിലെ CPMും എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലുണ്ടായ അതേ സമാനമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. ED ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്തി എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ആരോപണമായി പറഞ്ഞത്. അന്വേഷണത്തിൻ്റെ ഭാഗമായ ഒരു ഏജൻസി രേഖകൾ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്താൻ വരിക, ചോദ്യം ചെയ്യാൻ വരിക, അവരുടെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളതിന് രേഖകൾ പിടിച്ചെടുക്കാൻ വേണ്ടി വരിക. ഇത് അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്വമല്ലേ? അവർ നടപടിക്രമങ്ങൾ പാലിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിലും നോട്ടീസ് കൊടുത്തും ഒക്കെ വന്ന്, ഇനി നോട്ടീസ് കൊടുക്കാതെയും വരാം. അതിന് നിയമ തടസ്സമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ തെറ്റായ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുടെ നടത്തിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണമൊക്കെ നടന്നിട്ടുണ്ട് എന്ന് തോന്നിയാൽ അവിടെ അന്വേഷണ ഏജൻസിക്ക്, അത് പോലീസിനടക്കം, കേരള പോലീസിനടക്കം എവിടെ വേണമെങ്കിലും റെയ്ഡ് ചെയ്യാമല്ലോ. ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ അതിൻ്റെ രേഖകൾ പിടിച്ചെടുക്കാം, അതിൻ്റെ മെഷീനുകൾ പിടിച്ചെടുക്കാം, അതിൻ്റെ ലാപ്ടോപ്പുകൾ പിടിച്ചെടുക്കാം, കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുക്കാം. ഇതൊക്കെ അന്വേഷണ ഏജൻസികൾ എക്കാലത്തും ചെയ്യുന്നതാണ്. ഇവിടെ സംഭവിക്കുന്നത് അന്വേഷണ ഏജൻസി അതിലെ പ്രധാന പ്രതി അല്ലെങ്കിൽ അതിൻ്റെ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന ശ്രീമതി വീണയുടെ താമസിക്കുന്ന വീട്ടിൽ അന്വേഷണ ഏജൻസി അന്വേഷണത്തിന് വരുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ താമസമുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടാണ് എന്ന് പറഞ്ഞാണ് CPM ഈ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. ഇപ്പോൾ അവർ തടി തപ്പാൻ വേണ്ടി പറയുന്നത് ഞങ്ങൾ വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിലല്ല, ശ്രീ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിലാണ് ഞങ്ങൾ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. പിണറായി വിജയനെ ചോദ്യം ചെയ്യാനോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്കാണെങ്കിലും മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലക്കാണെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴിയെടുക്കാനോ ഒന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നടന്നത് പാർട്ടിയുടെ കേഡറിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്ന സമയത്തും ഒരു ശ്രമം നടത്തി, പ്രതിപക്ഷത്തായ സമയത്തും പാർട്ടി കേഡറിനെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക, അട്ടിമറിക്കുക, അന്വേഷണ ഏജൻസികളുടെ ഏത് ശ്രമത്തെയും ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ ഏതാണ്ട് 6-7 മണിക്കൂറാണ്, അതിൽ കൂടുതലാണ് ED ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്താൻ വേണ്ടി ശ്രമം നടത്തിയത്. ആരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്? വീണ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ശ്രീമതി വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു അന്വേഷണത്തിൽ ആ വീട്ടിൽ താമസിക്കുന്ന മുൻ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് പാർട്ടി രംഗത്തിറങ്ങിയാണ്. എന്താ സംഭവിച്ചത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കേന്ദ്രങ്ങളിലും
പ്രത്യേകിച്ച് കണ്ണൂരിൽ, തിരുവനന്തപുരത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ED ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിരന്തരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി, തെരുവിലിറങ്ങി പ്രതിഷേധം സംഘടിപ്പിച്ചു, പ്രക്ഷോഭം സംഘടിപ്പിച്ചു. തീർച്ചയായും സാർ, ഇതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പോൾ ആ ഒരു വാഹനം ആക്രമിക്കുന്നതും ഇഷ്ടിക ഉൾപ്പെടെ ഇട്ട് ആ ഒരു വാഹനം തല്ലി തകർക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് ശേഷം ഈ കുറ്റവാളികളെ പിടിച്ച് പൂജപ്പുരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു സെല്ലിലേക്ക് എല്ലാവരെയും കിടത്തി ഒരു റിസോർട്ടിന് ഇതിലും ഭേദം ഇവരെ ഈ കരുതൽ തടങ്ങുന്ന രീതിയിൽ വല്ല റിസോർട്ടിലും കൊണ്ട് താമസിപ്പിച്ചാൽ പോരായിരുന്നു. ഒരു സാധാരണ തടവ് പുള്ളികൾക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വീട്ടുകാരെ കാണാൻ പറ്റും. ഇത് 2 തവണ കാണുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു സൗകര്യത്തിലേക്കൊക്കെ ജയിൽ തന്നെ ഒരുക്കി കൊടുക്കുക. അത് UDFൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്ന ഒരു സൗകര്യമാണ്. കാരണം ഈ കേസിൽ ഇനി വരാൻ പോകുന്ന അന്വേഷണത്തിൻ്റെ നാളുകളിൽ UDF നേതാക്കന്മാരും കൂടി പെടും എന്ന് കാണുമ്പോൾ മുൻകൂട്ടി ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രതികൾക്ക് ഞങ്ങൾ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ സൗകര്യങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർക്കും കിട്ടാനുള്ള അവകാശമുണ്ട് എന്ന് ഒരു സ്ഥാപിച്ചെടുക്കലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ചെറിയ കേസല്ല. നാളുകൾ, മാസങ്ങൾ കഴിഞ്ഞിട്ടും ബംഗാളിൽ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച ആളുകൾക്ക് ജാമ്യം കിട്ടാതെ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കാർ തല്ലിപ്പൊളിച്ചു എന്നുള്ളതല്ല, ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തെ ഉദ്യോഗസ്ഥന്മാരെ തടസ്സപ്പെടുത്തി ഒരു വലിയ അട്ടിമറിക്കുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് അവിടെ ചാർജ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഇവിടെ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു, അതിൽ ഡ്രൈവർക്ക് പരിക്ക് പറ്റി, ED ഉദ്യോഗസ്ഥരുടെ കൂടെയുള്ള ആളുകൾക്ക് പരിക്ക് പറ്റി, വാഹനം തകർത്തു, 1 അല്ല 3 വാഹനങ്ങൾ തകർത്തു, അതിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഒരു അന്വേഷണ ഏജൻസി, പ്രത്യേകിച്ച് ഒരു പ്രീമിയർ സെൻട്രൽ ഏജൻസിയെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തടഞ്ഞാൽ പോലും, വഴിയിൽ തടഞ്ഞാൽ പോലും കേസാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യ നടപടികൾ തടസ്സപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അതുമാത്രമല്ല, അവരെ ആക്രമിച്ചു, അപ്പോൾ അത് ചെറിയ കാര്യമല്ല. അങ്ങനെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലിട്ടിരിക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ ഒത്താശയോടുകൂടി ഈ അക്രമം നടത്തിയിട്ടുള്ള ക്രിമിനൽസ്, അവരെ ഇടതുപക്ഷ നേതാക്കന്മാരെന്താ പറഞ്ഞത്? ശ്രീ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ക്രിമിനൽസ് ഇല്ല, ക്രിമിനൽസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിന് അക്രമം നടത്തിയ ആളുകളെ ഞങ്ങൾ പോലീസിനെ കൈമാറും. അവർ തന്നെയാണ് പോലീസിനെ കൈമാറിയത്. അപ്പോൾ ആരാ അവരെല്ലാം ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ കണക്കാക്കപ്പെടുന്ന ആളുകൾക്ക് ആരുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? UDF സർക്കാരിൻ്റെ പോലീസല്ലേ? ശ്രീമാൻ VD സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനമെടുക്കേണ്ടതല്ലേ? അങ്ങനെയുള്ള ആളുകൾ റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അവർക്ക് സൗകര്യമൊരുക്കുന്നതാരാ? UDFൻ്റെ ഗവൺമെൻറ്റാണ്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് ചെയ്തതിൻ്റെ കാരണം ഇതിൻ്റെ പ്രതിപ്പട്ടികയിലേക്ക് വരാൻ സാധ്യതയുള്ള UDF നേതാക്കന്മാരെ മുന്നിൽ കാണുകയാണ്. അപ്പോൾ സൗകര്യങ്ങൾ ഇപ്പോഴേ ഒരുക്കുകയാണ്, ജയിലിൽ കിടക്കുന്നവർക്കുള്ള സൗകര്യങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ED വീണ്ടും 9 പേർക്ക് കഴിഞ്ഞ ദിവസം സമൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തടയുക എന്നുള്ളത് ബോധപൂർവമായി നടക്കുന്ന ഒരു നാടകമാണ്. അതിൻ്റെ പിന്നിൽ ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിന് ഏതെങ്കിലും ഒരു ഏജൻസി വന്നാൽ, നടപടിയുമായി വന്നാൽ ഞങ്ങൾ ഇതിനെ കായികമായി നേരിടും. നിയമപരമായിട്ടല്ല, രാഷ്ട്രീയപരമായിട്ടുമല്ല, കായികമായി നേരിടും എന്നുള്ളതാണ്. അല്ല, ഈ വാഹനം ആക്രമിച്ച ഈ 10 പ്രതികൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സുഖവാസം പൂജപ്പുരയിൽ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വീണയെ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ VVIP അത്രയധികം സെറ്റപ്പ് ആയിരിക്കില്ലേ ജയിലിൽ ഒരുക്കുക? അതല്ലേ ഞാൻ സൂചിപ്പിച്ചത്. ഇത്രയും വലിയ ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആളുകൾക്ക് ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ പിന്നിൽ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന, നടപടിക്ക് വിധേയരാകാൻ പോകുന്ന ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ഒരുക്കുന്നത്. ഇത്രയും വലിയ ക്രിമിനൽ കുറ്റം, അതായത് വാഹനങ്ങൾ തകർക്കുക, അതിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? പോലീസ് എന്താ ചെയ്തിട്ടുള്ളത്? ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പ്രതികളെ പാർട്ടി കൊടുത്തപ്പോൾ ആ പ്രതികളെ വെച്ച് ഇവരാണ് അക്രമം ചെയ്തത് എന്ന് പറഞ്ഞ് അവരെ പ്രതി ചേർത്തിരിക്കാൻ. അക്രമം ചെയ്തു എന്നുള്ളത്, അതോടൊപ്പം തന്നെ ഇനി പിടിക്കപ്പെടാനുള്ള ആളുകളുണ്ട് എന്നുള്ളത്, ഇതൊക്കെ ഈ പോലീസിൻ്റെ പരാജയമല്ലേ? UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് എത്രയോ ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. UDFും LDFും തമ്മിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റാണ്. കാരണം 2 കൂട്ടരുടെയും ആളുകളെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരാൻ പോകുന്നു. ഇപ്പോൾ സമൻസ് കൊടുത്തിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഇനി കൊടുക്കാനിരിക്കുന്ന ആളുകൾ. കാരണം ഇതിൽ റിപ്പോർട്ടിൽ, FIOയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ, അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്ന ആളുകൾ, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഡയറിയിൽ പേര് വന്നിട്ടുള്ള ആളുകൾ, ഇവരിലെല്ലാം അന്വേഷണം നീളുന്നൊരു സാഹചര്യം ഉണ്ടായാൽ 2 മുന്നണിയിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം പ്രതിപ്പട്ടികയിലേക്കോ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വരുമ്പോഴുള്ള
അങ്ങ് ചോദിച്ചതുപോലെ വീണയടക്കമുള്ള ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രതികൾക്ക് സൗകര്യമൊരുക്കുന്നത്. ഇവർക്ക് സൗകര്യമൊരുക്കാൻ പിന്നെ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാ? ഇതാരാ ചെയ്യുന്നത്? UDF ഗവൺമെൻറ്റാണ്. ആ UDF LDF കൂട്ടുകെട്ടാണ് ഈ സാഹചര്യം ഉണ്ടാക്കുന്നതും ഈ നടപടികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതും. അറസ്റ്റ് ചെയ്യാൻ എത്രയോ സമയമെടുത്തു. പോലീസ് പോയി കാവൽ നിൽക്കുകയാണ്, പ്രതികളെ തരണമെന്ന് പറഞ്ഞ് കെഞ്ചുന്ന സാഹചര്യമുണ്ടായി. പോലീസ് എത്രയോ സമയം കാത്തു നിന്നിട്ടാണ് പ്രതികളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചു എന്നുള്ള വ്യാജേന അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സർക്കാർ വശംവദരായി, സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറായി മുഴുവൻ പ്രതികളെയും പിടിക്കാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങനെ ഒരു ചെറിയ കേസല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം EDയുടെ ഡയറക്ടർ അടക്കം വന്ന് ഇവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. അതായത് അവരുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവരുടെ ബഹുമാനപ്പെട്ട കോടതി എന്താ പറഞ്ഞത്? ജാമ്യം തള്ളിക്കൊണ്ട്. ഇത് ചെറുതായി കാണാൻ കഴിയില്ല. ED ഉദ്യോഗസ്ഥന്മാർ വാടകയ്ക്കെടുത്ത വാഹനമാണെങ്കിലും അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാഹനമാണ്. അങ്ങനെ വന്നിട്ടുള്ള ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. അത്രയും ഗൗരവമുള്ള കേസാണ്. അങ്ങനെയുള്ള കേസിൽ പ്രതികൾക്ക് ജയിലിൽ സൗകര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷ നേതാക്കന്മാർക്കും അക്രമികൾക്കും UDF സൗകര്യം ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് എന്ത് സൗകര്യം കിട്ടുന്നു എന്നുള്ളതല്ല. UDF സർക്കാരിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അടിമത്തവും രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.